All the best television series. Season 3 is better than season 2. ഇല്ല, അതിന്റെ ഡയറക്ടർ ഒരു പുതിയ സീസൺ തുടങ്ങി തോമസ് ഫ്രാങ്കിനെ വെച്ചിട്ട് 17 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് ടോട്ടൻഹാം ഒരു ട്രോഫി ജയിക്കുന്നത്. ആ ട്രോഫി അടുപ്പിച്ചു കൊടുത്ത എൻ പോസ്റ്റോകോഗ്ലുവിനെ അവര് ഈ സീസണിന്റെ അവസാനത്തില് സാക്ക് ചെയ്തിട്ട് തോമസ് ഫ്രാങ്കിനെ അപ്പോയിന്റ് ചെയ്തു. ഒരു എക്സ്പീരിയൻസ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് കോച്ചാണ് തോമസ് ഫ്രാങ്ക്. ഇനി എൻ പോസ്റ്റോകോഗ്ലുവിന്റെ കാര്യത്തിലേക്ക് വന്ന ആളുടെ ഫസ്റ്റ് സീസൺ ഇറ്റ്സ് ഗുഡ് സീസൺ ആയിരുന്നു വിത്ത് ടോട്ടൻഹാം. പ്രത്യേകിച്ച് ആദ്യത്തെ 4 മത്സരം. ആദ്യത്തെ 4 മത്സരത്തില് 3 ജയം 1 ഡ്രോ. 2ാം സ്ഥാനത്തായിരുന്നു ഫസ്റ്റ് 4 ഗെയിം ആടുമ്പോ ടോട്ടൻഹാം ഇരിക്കുന്നതാണ്. അത് മാത്രമല്ല പ്രത്യേകിച്ച് അവർക്ക് ഒരു എടുത്ത കാര്യം പറയാനുള്ളത് ടോപ്പ് 6 ടീമായിട്ടുള്ള അവർക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെയും ലിവർപൂളിനെയും സിറ്റിനെയും അവർക്ക് തോൽപ്പിക്കാൻ സാധിച്ചു. അതായത് ആളുടെ ഫസ്റ്റ് പോസ്റ്റോകോഗ്ലു മാനേജറായിട്ട് ജോയിൻ ചെയ്ത ഫസ്റ്റ് ടോപ്പ് 6 കളിക്കുന്നത് എന്തിനാ കളിക്കുന്നത് യുണൈറ്റഡ് ആയിട്ടാണ്. ആ യുണൈറ്റഡിന്റെ ഫസ്റ്റ് കളിയിൽ 1-0 തോൽപ്പിച്ചു. പിന്നെ ലിവർപൂളിനെ ഒരു 2-1 അത് മാറ്റിപ്പിന്റെ ഓൺ ഗോളിലൂടെ 2-1 ലിവർപൂളിനെ തോൽപ്പിച്ചു. സിറ്റിനെ അവര് തോൽപ്പിച്ചു. ടോപ്പ് 6 ടീമായിട്ടുള്ളൊക്കെ കുഴപ്പമില്ലാത്തൊരു നല്ല റെക്കോർഡ് വെച്ച് ആ സീസൺ പുരോഗമിക്കും പരിക്കും മറ്റു കാര്യങ്ങൾക്കായിട്ട് 5ാം സ്ഥാനത്ത് അവള് ഫസ്റ്റ് സീസണിൽ 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ആ സീസണിന് മുമ്പ് തന്നെ അവർ നല്ല നല്ല സൈനിങ്സ് ഒക്കെ ചെയ്തു. ഇപ്പോ അറ്റാക്കിംഗ് സൈനിങ്സ് ആയ ജെയിംസ് മാഡിസൺ, വിക്കി വാൻഡാവൻ, അതിന് 1-2 സൈനിങ്സ് ഒക്കെ പോസ്റ്റോകോഗ്ലുവിന്റെ ഇറയില് ടോട്ടൻഹാം ചെയ്തു. ആളുടെ ഫസ്റ്റ് സൈനിങ്സ് ആയിരുന്നു മാഡിസൺ, പിന്നെ വിക്കി വാൻഡാവൻ. ഇവർക്കായിരുന്നു ആളുടെ സൈനിങ്സില് പോസ്റ്റോകോഗ്ലുവിന്റെ സൈനിങ്സിൽ വരുന്നത്. പിന്നെ ഈ 2ാമത്തെ സീസൺ, അതായത് ഈ സീസണിൽ വന്ന ഒരു ഡിസാസ്റ്റർ ക്ലാസ് എന്ന ഗുഡ് വേ ടു എൻഡ് ആ രീതിയില്, അതായത് തുടക്കം മോശമാണെങ്കിലും അവസാനം നന്നായി, ആ രീതിയിലൊരു സീസൺ ആയിരുന്നു പോസ്റ്റോകോഗ്ലു ടോട്ടൻഹാമിൽ ഈ സീസൺ. അവരുടെ ലീഗ് പെർഫോമൻസ് പറഞ്ഞ വെരി ഡിസാസ്റ്റർ ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഡിസംബർ ജനുവരി ആ ഭാഗത്തൊക്കെ അവരുടെ തുടക്കം സൂപ്പർ ആയിരുന്നു. ഈ സീസൺ തുടങ്ങിയിട്ട് ഒരു 10 മാച്ചാകുമ്പോൾ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ടീമായിരുന്നു ടോട്ടൻഹാം. 3ാം സ്ഥാനത്തായിരുന്നു ഏറ്റവും കൂടുതൽ ഗോൾ. ഫസ്റ്റ് 10 മാച്ചില് ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ടീമില് 5ാം സ്ഥാനത്തായിരുന്നു ടോട്ടൻഹാം. അവരുടെ ലാസ്റ്റ് സീസണത്തെ ഫസ്റ്റ് മാച്ച് ഇതേ ബ്രെന്റ്ഫോർഡിനെതിരെ 2-0 ആണ് വിജയിച്ചു തുടങ്ങിയത്. പിന്നെ എവർട്ടനെതിരെ 5 ഗോളും പിന്നെ ബേൺമൗത്തിനെതിരെ ഉണ്ട് 3 ഗോളും. ആദ്യത്തെ 1-2 മത്സരത്തില് മോർ ദാൻ 2 ഗോൾ ഏഴ് മാച്ച് എന്ന രീതിയിലായിരുന്നു. പിന്നെ പരിക്കും മറ്റു പ്രശ്നങ്ങളും കാരണം അവർക്ക് തുടക്കത്തിൽ ഓരുള്ളത് സാധിച്ചില്ല. പിന്നെ ഫുള്ള് ഡിസാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. 17ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത്, ജസ്റ്റ് അബവ് റെലിഗേഷൻ. അതിൽ 1-2 കാരണമൊക്കെ എങ്ങനെ ടോട്ടൻഹാം 17ക്ക് എത്തി എന്നുള്ള രീതിയിലേക്ക് നോക്കുമ്പോ 1-2 കാരണമുണ്ട്. ഫസ്റ്റ് കാരണം പ്ലേയേഴ്സിന്റെ അൺഅവൈലബിലിറ്റി ആണ്. പ്ലേയേഴ്സ് അവൈലബിൾ അല്ല. അതായത് അവരുടെ മെയിൻ പ്ലേയേഴ്സ് ആയ വിക്കാരിക്കിടയ്ക്ക് ഒരു ഇഞ്ചുറി വന്നിട്ടാണ് അവര് സ്കിൻസ്കീനെ ജനുവരി വിൻഡോയില് കൊണ്ടുവരുന്നത്. പിന്നെ ബാക്ക് പ്ലേയേഴ്സ് ആയ വിക്കി വാൻഡാവന്റെ റൊമേറോയ്ക്ക് പരിക്കായിരുന്നു. അവര് മിക്ക മത്സരത്തിലും അവർ രണ്ടാളും അൺഅവൈലബിൾ ആയിരുന്നു. അവര് യങ് പ്ലെയർ ആർച്ചി ഗ്രേനെയും ബെൻ ഡേവിസിനെ ഒക്കെ വെച്ചിട്ടായിരുന്നു അവർ കളിക്കുന്നത്. പിന്നീട് അവര് കെവിൻ ഡാൻസോ, റാഡു ഡ്രാഗൂസൺ എന്നിവരൊക്കെ അവര് സൈൻ ചെയ്തത് ഇവരുടെ ഡിഫൻഡറിന്റെ റീപ്ലേസ് ആയിട്ടാണ് ടോട്ടൻഹാം സൈൻ ചെയ്യുന്നത്. പിന്നെ മിഡ്ഫീൽഡ് അത്ര ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരില്ല. ആകെ ജെയിംസ് മാഡിസൺ ആണ് അവരുടെ ഒരു ക്രിയേറ്റീവ് പ്ലേ മേക്കർ എന്ന് പറയുന്നത്. പിന്നെ ഡിഫൻസീവ്ലി ബിസൂമ, ഇത്രയാണ് ഒരു ഡിഫൻസ് ഉള്ളത്. മാഡിസൺ വെച്ചാൽ ട്രസ്റ്റബിൾ പ്ലെയറും അല്ല. ഇപ്പോ അറ്റാക്കിൽ വെച്ചാൽ ഒരു കുഴപ്പമില്ലാത്ത അറ്റാക്ക് ആയിരുന്നു. അതായത് ഇപ്പോ ഈ സീസണില് കം ടു ദിസ് സീസൺ അവരുടെ ഫ്രണ്ട് 3 കുൽസവ്സ്കി, സലങ്കി, സൺ എന്നിവരായിരുന്നു അവരുടേത്. അവരെപ്പോഴും ടോപ്പ് പെർഫോമൻസ് ഒക്കെ എപ്പോഴും പ്രതീക്ഷിക്കാതെ ആകെ 2 ആൾക്കാരുണ്ടായിരുന്നു അതില്.
അതിലൊന്ന് ജോൺസൺ, ബ്രണ്ടൻ ജോൺസൺ. ആള് തന്നെയാണ് യൂറോപ്പ ലീഗില് ഫൈനൽ വിന്നിംഗ് ഗോൾ നേടിയത്. പിന്നെ കുൽസോവ്സ്കി. ഈ രണ്ടാണ് അവരുടെ ടോപ്പ് പെർഫോമൻസ് എല്ലാ മത്സരത്തിലും ടോട്ടനാമിന്റെ. ഈ സീസണിന്റെ ടോപ്പ് സ്കോറർ ജോൺസൺ ആണ്. പിന്നെ അടുത്ത പ്രശ്നം മാനേജറാണ്. ആളെ എന്ത് വന്നാലും ആരുടെ സിസ്റ്റം പറ്റില്ല. ആൾക്ക് ഒരു ഗോൾ അടിച്ചാൽ പോരാ, അതിനെ രണ്ടാക്കണം, ഓൾ ഔട്ട് ചെയ്യണം. ഒന്നടിച്ചു അല്ലെങ്കിൽ രണ്ടടിച്ചിട്ട് ഡിഫൻസ് ചെയ്യില്ല ആള്, പിന്നെ ഓൾ ഔട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കും. അങ്ങനെ 2-0 കളി 3-2 ബ്രൈറ്റണായിട്ട് തോറ്റു. മിക്ക മത്സരവും ലീഡ് എടുത്തത് പോർട്ടിൽ ചെയ്യാറുണ്ട്. അതായത് ഹൈ പ്രഷർ ഇന്റൻസിറ്റി ആണ് കാരണമാണ് മിക്ക പ്ലേസിലും കൂടുതൽ പരിക്ക് വരുന്നത്. ആ സിസ്റ്റം എന്ത് വന്നാലും അവള് മാറ്റില്ല. ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾ ഇതേ രീതിയിൽ കളിക്കുക, ഞങ്ങൾ ഇങ്ങനെ പോളൂ എന്ന രീതിയിലാണ്. ആരെന്ത് പറഞ്ഞാലും ആൾക്കൊരു കൂസലില്ലാതെ സെയിം സ്റ്റാറ്റിക്സിന് ആള് കളിക്കും. ആള് ചിലപ്പോ 2 ഗോൾ അടിക്കും, 4 ഗോൾ തുടങ്ങും, 3 ഗോൾ അടിക്കും, 5 ഗോൾ തുടങ്ങും. ആ രീതിയിലാണ് ആളുടെ സ്ട്രാറ്റജി ഉണ്ടായിരുന്നത്. ഇപ്പൊ ഒരു പ്രീമിയർ ലീഗ് പോലത്തെ ഒരു ലീഗിന് പറ്റിയതല്ല അത്. അത് മിക്ക ടീമുകളും അത് എക്സ്പ്ലോയിറ്റ് ചെയ്ത് മുതലാക്കിയിട്ടുണ്ട്. അത് കാരണമാണ് അവരിപ്പോ 17ാം സ്ഥാനത്ത് പോയി കിടക്കുന്നത്. ഇനി നമുക്ക് അവര് അപ്പോയിന്റ് ചെയ്ത തോമസ് ഫ്രാങ്കിനെ നോക്കാം. അതിനു മുമ്പ് ഈ പോസ്റ്റോകോഹോളു സാക്ക് ചെയ്ത വിവരം കുറെ ആൾക്കാർ വിചാരിക്കുന്നുണ്ട്, എന്താ ഒരു ട്രോഫി അടിച്ചതല്ലേ, എന്തുകൊണ്ട് നിർത്തിയില്ല, കളിയാക്കുന്നുണ്ട്. ഇത് ട്രോഫി അടിച്ചിട്ട് നിർത്തിയില്ല, ആളെ സാക്ക് ചെയ്ത് ട്രോഫി അടിച്ചുകൊണ്ടാണ് സാക്ക് ചെയ്ത് എങ്ങുന്ന രീതിയിലൊക്കെ. ആളെ അടുത്ത സീസൺ നിർത്തിയാൽ ചിലപ്പോ റെലിഗേറ്റ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ടാവും ഇപ്പൊ സാക്ക് ചെയ്തത് ലീഗില്. അപ്പൊ ആകെ ഒരു യൂറോപ്പിൽ മാത്രമാണ് നല്ല പെർഫോമൻസ് പോസ്റ്റോകൾ കാഴ്ചവെച്ചത്. തോമസ് ഫ്രാങ്കിലേക്ക് പോവാം. തോമസ് ഫ്രാങ്ക് ഇവന്റെ എക്സ്പീരിയൻസ് കോച്ചാണ്. ആളുടെ രാജ്യമായ ഡാനിഷാണ് രാജ്യം. ആള് ഡാനിഷ് അണ്ടർ-16, അണ്ടർ-17, അണ്ടർ-19 എന്നീ ലെവലിലൊക്കെ ആള് യൂത്ത് കൺട്രി, യൂത്ത് ലീഗിലൊക്കെ ഡാനിഷ് യൂത്തിനൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബ്രെൻഫോർഡ് ആയിരുന്നു 2018 ബ്രെൻഫോർഡിക്ക് ആള് വരണത്. ആ സമയത്ത് അവർ ചാമ്പ്യൻഷിപ്പിലായിരുന്നു. ബ്രെൻഫോർഡ് ആ സമയത്ത് ചാമ്പ്യൻഷിപ്പ് കളിക്കുന്ന ടീമായിരുന്നു ബ്രെൻഫോർഡ്. ആള് ചാമ്പ്യൻഷിപ്പിൽ നിന്ന്, അതായത് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് വേറൊരു ലീഗ്, ബെൽജിയൻ ലീഗിൽ നിന്ന് ആണ് ആളെ കൊണ്ടുവരുന്നത്. ബെൽജിയം ആണോ ഇനി ഏതൊരു ലീഗായിരുന്നു ഞാൻ മറന്നുപോയി. കോപ്പൻഹേഗൻ, അതിന്റെ ഡെൻമാർക്ക്, അതായത് ബെൽജിയം തെറ്റി പറഞ്ഞത് മറന്നുപോയതാണ്. ഡെൻമാർക്കത്തെ ഒരു ലീഗിൽ നിന്നാണ് ആളെ കൊണ്ടുവരുന്നത്. അവിടെ ആളെ നന്നായിട്ട് പെർഫോം ചെയ്ത് ആ ടീമിനെ ടോപ്പ് 4 എത്തിച്ചിട്ടാണ് ആളെ ഇംപ്രസ് ആയിട്ടാണ് ബ്രെൻഫോർഡ് തോമസ് ഫ്രാങ്കിനെ കൊണ്ടുവരുന്നത്. അപ്പൊ ബ്രെൻഫോർഡ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു കളിച്ചിരുന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യം, ബ്രെൻഫോർഡിന്റെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമുള്ളൂ, പ്രൊമോട്ട് ചെയ്തിട്ട് പ്രീമിയർ ലീഗ് കളിക്കാന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ട് തന്നെയാണ് 2018 തോമസ് ഫ്രാങ്കിനെ അവര് അപ്പോയിന്റ് ചെയ്യുന്നത്. അവിടെ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് ഒരു സിസ്റ്റം, അതായത് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ആൾക്ക് വേണ്ട ഒരു സിസ്റ്റം ഉണ്ടാക്കും. അതിന് വേണ്ട ആൾക്കാരെ അതിൽ ഇൻക്ലൂഡ് ചെയ്യും. ആൾക്ക് ആരൊക്കെ വേണം ആരൊക്കെ വേണ്ടെന്ന് ആള് തീരുമാനിച്ചിട്ട് വേണ്ടാത്ത ആൾക്കാരെ എടുത്ത് റിലീസ് ചെയ്യുക, പുറത്തിടുകയും ബാക്കി വേണ്ട ആൾക്കാരെ ഒത്തുചേർത്തിട്ടൊരു ടീമായിട്ട് ഒത്തൊരു സ്ട്രെച്ച് ചെയ്ത് ഒരു പ്ലേ ചെയ്ത് അത് സ്ട്രെച്ച് ചെയ്ത് അങ്ങനെ ആള് സ്വന്തം ടീം ബിൽഡ് ചെയ്ത ഒരു മാനേജറാണ് തോമസ് ഫ്രാങ്ക്. അതാണ് ബ്രെൻഫോർഡ് ലീഗ്. അതവിടെ സക്സസ് ആയി. 2021 അവര് ബ്രെൻഫോർഡ് ആദ്യമായിട്ടാണ് പ്രീമിയർ ലീഗ് കളിക്കാറുണ്ട്. അതിനുശേഷം ഇതുവരെ ഒരു പ്രീമിയർ ലീഗിൽ താഴ്ത്തിക്ക് പോയിട്ടില്ല, ചാമ്പ്യൻഷിപ്പിക്ക് പോയിട്ടില്ല. ഇതുവരെ ഒരു പ്രീമിയർ ലീഗ് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അവര് തോമസ് ഫ്രാങ്ക് ആയിരുന്നു അത്രയും കാലത്ത് കോച്ച്. 9 വർഷത്തിന് ശേഷമാണ് തോമസ് ഫ്രാങ്ക് ബ്രെൻഫോർഡ് പടിയിറങ്ങുമ്പോ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലാണ് പടിയിറങ്ങുന്നത്. ഈ സീസണിൽ ടോപ്പ് 10
തോമസ് ഫ്രാങ്ക് ഫിനിഷ് ചെയ്തത്. അതാണ് അവരുടെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ. അവരുടെ പ്രീമിയർ ലീഗിലത്തെ ഹയസ്റ്റ് പൊസിഷൻ ടോപ്പ് 10 ആണ്. പ്രീമിയർ ലീഗിലത്തെ അവരുടെ ലോവസ്റ്റ് പൊസിഷൻ 16 ഉണ്ട്. അതാണ് ആകെ ഒരു വയസ്സ് മാത്രമാണ് തോമസ് ഫ്രാങ്ക് ബ്രെഡ്ഫോർഡിന്റെ ഒപ്പം 15ന്റെ അടിയിൽ പോയിട്ടുള്ളൂ. പിന്നെ 13, 11, 10 അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ഫിനിഷ് ചെയ്തതാണ്. അപ്പൊ ഒരു കുഴപ്പമില്ലാത്തൊരു മാനേജറാണ്. ഇനി അറിയേണ്ടത് ടോട്ടനാമിക്ക് വന്നത് വർക്ക് ആകുമോ, അത് ക്ലിക്ക് ആകുമോ എന്നുള്ളതാണ്. അതൊക്കെ ടോട്ടനാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ഗുഡ് സൈനിങ് ആണ്, ഒരു അപ്ഗ്രേഡ് ആണെന്ന് പറയാം. പ്രീമിയർ ലീഗ് എക്സ്പീരിയൻസ് കോച്ചാണ് ആള്. അയാള് അത്യാവശ്യം ഡിമാൻഡിങ് കോച്ചാണ്. ആളാണ് എബൂമോനെ ബ്രെൻഫോർഡിക്ക് കൊടുത്തത്, വിസേനെ ബ്രെൻഫോർഡിക്ക് കൊടുത്തത്. പിന്നെ നോട്ട്ഗാർഡിനെ ബ്രെൻഫോർഡിക്ക് കൊടുത്തത്. അങ്ങനെ ആൾക്ക് വേണ്ട ഒരു പ്ലേയേഴ്സ് ഉണ്ട്. ആളൊരു ഡിമാൻഡിങ് പ്ലേയേഴ്സ് ആണ്. ആള് പറഞ്ഞ പ്ലേയേഴ്സ് ആൾക്ക് വേണം. അയാൾ ആ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് ആളുടേതായ സിസ്റ്റം ബിൽഡ് ചെയ്ത് ആളുടേതായ ടീം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആള് കളിക്കുക. അപ്പോ ഇപ്പോ എബൂമോന്റെ കാര്യം പറഞ്ഞാൽ എബൂമോ യുണൈറ്റഡിലേക്ക് പോവാൻ നിൽക്കായിരുന്നു. പക്ഷെ തോമസ് ഫ്രാങ്ക് ടോട്ടനാമിക്ക് വന്നപ്പോ ടോട്ടനാമായിട്ട് എബൂമോ ലിങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വിസേനെ ഫ്രാങ്ക് നോക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ടോട്ടനാമിന് പോയിന്റ് ഓഫ് വ്യൂല് ഒക്കെ പറയാച്ചാൽ സണ്ണിനെ ചിലപ്പോ വിടാൻ ചാൻസ് ഉണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഷിമ്മിൻ സൺ അവരുടെ ലെജൻഡറി ക്യാപ്റ്റനാണ് ഷിമ്മിൻ സൺ. ട്രോഫി അടിച്ച പ്ലെയർ ആണ്, അവരുടെ ക്യാപ്റ്റനാണ്. ആളെ വിടുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ ഈ തോമസ് ഫ്രാങ്ക് ഞാൻ പറയാച്ച സക്സസ് ആവാൻ നല്ല സാധ്യതയുണ്ട് ടോട്ടനാമില്. പക്ഷെ അതിന് സമയം കൊടുക്കണം. ഫസ്റ്റ് സീസണിലാവില്ല, ഒരു സീസണില്. അതാണ് ഞാൻ തോന്നുന്നത്. അതായത് ആൾക്ക് വേണ്ട പ്ലേയേഴ്സിനാണ് ഡാനി ലെവി എത്തിച്ചു കൊടുക്കണം. അപ്പൊ ആള് ചിലപ്പോ എബൂമോനെ ചോദിക്കുമായിരിക്കും, വിസേനെ ചോദിക്കുമായിരിക്കും. ഇപ്പൊ വിസേനും എബൂമോനും വിടണം. അതായത് വിടണം മീൻസ് അവരിന്ന് എടുക്കണം, സൈൻ ചെയ്യണം. ഇവര് രണ്ടാളെ കൊടുക്കണം ഫ്രാങ്കിന് വേണ്ട തോമസ് ഫ്രാങ്കിന് വേണ്ട പ്ലേയേഴ്സിന് തോമസ് ഫ്രാങ്കിന് കൊടുക്കുകയും ആളിന് വേണ്ടാത്ത പ്ലേയേഴ്സ് ക്ലബ്ബ് വിടുകയും ചെയ്ത ഒരു ടോപ്പ് ടീം തന്നെയാവും ടോട്ടനാം. അത് ഡാനി ലെവി ചെയ്ത ഒരു നല്ല സൈനിങ് ആയിട്ട് തന്നെയാണ്, അപ്പോയിന്റ് ആയിട്ട് തന്നെയാണ് തോമസ് ഫ്രാങ്ക് ടു ടോട്ടനാം തോന്നുന്നത്. അപ്പൊ ഇത് നമ്മുടെ പുതിയ ചാനലാണ്, രണ്ടാമത്തെ വീഡിയോ മാത്രമായിട്ടുള്ളൂ. അപ്പൊ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ പറ്റില്ല. ബൈ.